എന്റെ സ്തോത്രം, എന്റെ ജീവിതത്തില് ഇന്ന് രാത്രിയില് ഞാൻ ആയിരിക്കുന്നത് എന്റെ കർത്താവിന്റെ ഒരു സ്നേഹം ഒന്ന് മാത്രമാണ്. എന്നെ ഇതുവരെ നടത്തിയ ദൈവം, എന്റെ ജീവിതത്തിൽ ഇന്നുവരെയും എന്നെ നിർത്തിയ കർത്താവ്, എനിക്ക് പറയുവാൻ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയിലൂടെ മാത്രമാണ് എന്റെ ദൈവം എന്റെ ജീവിതത്തില് ഇത്രത്തോളം എന്നെ സഹായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്റെ പേര് സൗമ്യ. ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 13 വർഷം ഞങ്ങള് മക്കളില്ലാത്തവരായിരുന്നു. 13 വർഷം ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തവരായി ഞങ്ങള് വളരെ വേദനയോടെ, വളരെ ഭാരത്തോടൊക്കെയും ഞങ്ങള് മുന്നോട്ട് പോയി. അങ്ങനെ വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കരയുകയും അനേക നാളുകൾ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തതിന്റെ ഫലമായി സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. അതിന്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഞാന്. എന്റെ ജീവിതത്തിൽ ഈ 13 വർഷം കടന്നുപോയെന്ന് പറഞ്ഞാല് ഒരു വലിയൊരു കാര്യമാണ്. കാര്യം ഓരോ വർഷങ്ങളിലും ഞാൻ പ്രതീക്ഷയോടാണ് എന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അനേക ആലോചനകൾ, അനേക വാഗ്ദത്വങ്ങളൊക്കെയും എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദാസന്മാര് പറഞ്ഞു. ഒരു തലമുറ ഉണ്ടാകാതെ വന്നപ്പോൾ ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ കടന്നുപോയി. അനേക ഡോക്ടർമാരെ ഞങ്ങൾ സമീപിച്ചു. ഒത്തിരി തുകയും ഒത്തിരി സമയവും ഞങ്ങൾ അതിന്റെ പിൻപിൽ ചെലവാക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ അവിടെ എങ്ങും ഞങ്ങൾക്കൊരു മറുപടി ലഭിച്ചില്ല. ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുന്ന് മാറി അടുത്ത സ്ഥലത്ത് പോകും, അവിടുന്ന് മാറി വേറൊരു സ്ഥലത്ത് പോകും. അങ്ങനെ അനേക വർഷങ്ങൾ ഞങ്ങൾ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അതിനകത്തൊന്നും ഒരു മറുപടിയും ഡോക്ടർമാർ പറഞ്ഞില്ല. അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യം ഇപ്രകാരമായിരുന്നു: ഈ ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ സമയവും പണവും നിങ്ങൾ ചെലവാക്കേണ്ട. ഒരിക്കലും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാനുള്ള യാതൊരു സാധ്യതയും നിങ്ങളുടെ ജീവിതത്തില് എന്റെ ശരീരത്തില് ഇല്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും ഞങ്ങള് കോട്ടയം മെഡിക്കൽ കോളേജില് ഞങ്ങൾ ഈ ട്രീറ്റ്മെന്റിനുള്ള ബന്ധത്തിൽ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു ലേഡി ഡോക്ടറാണ്, അവരുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. അവരെ കാണിച്ചപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾ ഇനി വിഷമിക്കേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധ്യത നിങ്ങളുടെ മുൻപിലില്ല. കാര്യം ജന്മനാൽ തന്നെ വൈകല്യമുള്ള ഒരു അവസ്ഥയാണ് എന്റെ ശരീരത്തിലുള്ളത്. ഒരു കുഞ്ഞിന് പോലും ഒരു സാധ്യതയോ 1% പോലും എന്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ വേദനയോടെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ വിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാൻ ഇടയായി. ഞങ്ങൾ പോയ സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഒന്നും ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങള് താണിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തെ അറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. അനേക വർഷങ്ങൾ ഞങ്ങൾ കരഞ്ഞു, അനേക നാളുകൾ ഞങ്ങൾ ഉപസിച്ചു. എന്റെ ജീവിതത്തില് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എന്നെങ്കിലും ഞാനൊരു അമ്മയാകും. ആ ഒരു ഉറപ്പാണ് എന്നെ മുന്നോട്ട് നടത്തിയത്. ദൈവസന്നിധിയിൽ ഞാൻ ഉപവസിക്കാൻ തുടങ്ങി, ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അനേക ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിച്ചു. ഈ ഉപവസിക്കുമ്പോഴൊക്കെ ഞാൻ എത്ര ദിവസം എന്നൊന്നും തീരുമാനിക്കത്തില്ല. കാര്യം നാളെ എന്നുള്ളത് കർത്താവിന്റെ കരങ്ങളിലാണല്ലോ. എന്റെ ആരോഗ്യവും എന്റെ ശക്തിയും എന്റെ ശേഷിയും എല്ലാം എന്റെ ദൈവം എനിക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയില് കർത്താവെ ഞാൻ ഇരിക്കുകയാണെന്നും പറഞ്ഞങ്ങ് ഇരിക്കും. ഹന്ന ദൈവസന്നിധിയിൽ അവളുടെ ഹൃദയം പകർന്നതുപോലെ ഞാൻ കരയുവാനായി തുടങ്ങി. നമ്മള് തിരുവചനം വായിക്കുമ്പോൾ ഇപ്രകാരം ഒരു വാക്യമുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷത്തില് 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം: നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് ഈ ദൈവത്തിന്റെ വചനം. ഇവിടെ കർത്താവ് പറഞ്ഞ അറയിൽ കടക്കുക. അറ എന്ന് പറഞ്ഞാല് എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അറ. ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ അത് പുറത്തിടുകയോ അല്ലെ മറ്റു സ്ഥലങ്ങളിൽ വെക്കുകയോ ഒന്നും ആരും ചെയ്യത്തില്ല. അത് വളരെ സൂക്ഷിച്ച് തന്നെ വെക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ കർത്താവ് പറയാണ്,
നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ആമേൻ, സ്തോത്രം. നമ്മൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഏകാഗ്രതയുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു സമാധാനമുണ്ട്. ഇതേ അനുഭവത്തിലൂടെ തന്നെ ഞാൻ എന്റെ മുറിക്കകത്തേക്ക് എന്റെ രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്റെ ജോലിയെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞാൻ വളരെ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ഞാൻ എന്റെ മുറിക്കകത്ത് കയറിയിട്ട് എന്റെ വേദപുസ്തകം തുറന്നു വെച്ചിട്ട് ഞാൻ കരയാൻ തുടങ്ങും. ഒരു വാക്ക് പോലും ഞാൻ കർത്താവിനോട് പറയത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് ഞാൻ കരയും. കർത്താവിനോട് ഞാൻ കരഞ്ഞ് എന്റെ ആ വേദപുസ്തകം ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ പുസ്തകം തുറന്നു നോക്കിയാൽ എന്റെ കണ്ണുനീര് കൊണ്ട് മൊത്തം നനഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ദിവസം തോറും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായി തുടങ്ങി. കാര്യം ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരുന്നത് കൊണ്ട് പലരുടെ ചോദ്യങ്ങൾ ഞങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലില്ലല്ലോ. വിശേഷിച്ച് നമ്മൾ സഹോദരിമാരാകുമ്പോൾ നമ്മുടെ നേർക്കാണല്ലോ ഇതെല്ലാം വരുന്നത്. അങ്ങനെ ഓരോ ചോദ്യങ്ങളുടെ മുൻപിലും ഞാൻ വളരെ പ്രയാസപ്പെട്ടു. എന്റെ ഭവനത്തില് എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോയൊരു ഭവനത്തില് ഒരു സുവിശേഷ കുടുംബമാണ്. ഞങ്ങളുടെ പപ്പ ഒരു BSNL വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എന്നാല് തനിക്ക് ദൈവം 3 മക്കളെ ദാനമായി കൊടുത്തു. അവര് 3 പേരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പപ്പ വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡ്, അദ്ദേഹത്തിനൊരു ബ്രദർ ഉണ്ട്. അവര് കർത്താവിന്റെ വേലയിൽ കളമശ്ശേരിയിലായിരിക്കുന്നു. ഒരു സിസ്റ്റർ ഉണ്ട്, കർത്താവിന്റെ ദാസിയാണ്. വളരെ ശക്തമായി കർത്താവിന്റെ വചനം പ്രസ്താവിക്കുന്ന ഒരു ദൈവദാസി കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അവര് തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഇവർക്കൊക്കെയും ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങളുടെ മമ്മി ഒരു നല്ല തയ്യക്കാരിയാണ്. വളരെ നല്ല ഭംഗിയായിട്ട് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുകയും എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയും നല്ല ഒരു രീതിയിൽ അമ്മച്ചി കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് അമ്മച്ചിയുടെ തയ്യല്. അപ്പം വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് മേടിക്കണ്ട, ഇഷ്ടം പോലെ ഡ്രസ്സുകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തയ്ക്കും ഞങ്ങളുടെ മമ്മി. മമ്മിയുടെ കുടുംബത്തിലും മമ്മിയുടെ സിസ്റ്റേഴ്സും അവരെല്ലാരും തയ്യക്കാരാണ്. അപ്പൊ ഇവരെല്ലാം ഭവനത്തിൽ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ഡ്രസ്സുമായിട്ടാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്തൊക്കെ ഈ കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടിങ്ങനെ നിർത്തിയിട്ട് ഒത്തിരി എല്ലാം പെൺകുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ ഭവനത്തിലുള്ളത്. ഓരോരോ ഡ്രസ്സ് മാറി 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 ഇവരിങ്ങനെ ഇടിയിക്കും. ആ സമയത്തൊക്കെ ഞാൻ ആ ഭവനത്തിലുണ്ട്. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് ജീവനാണ്. എന്റെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് കാണുന്നത്. എന്റെ ആ മക്കളില്ലാത്തൊരവസ്ഥയിൽ ഇവരാണ് എന്റെ കുഞ്ഞുങ്ങള്. അപ്പൊ ഇതെല്ലാം മാറി മാറി ഞാനും ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ ഡ്രസ്സ് ഇടിയിക്കും, അത് മാറ്റിയിടും, അടുത്തത് ഇടിയിക്കും. ഇതെല്ലാം കാണുമ്പോൾ എന്റെ ഹൃദയത്തിനകത്തൊരു വേദനയുണ്ട്. പക്ഷേ ഞാനതൊരിക്കലും പുറമേ ഞാനത് കാണിച്ചിട്ടില്ല. ഞാനിതെല്ലാം കണ്ടിട്ട് ഞാൻ ഓടി ബാത്റൂമിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് ഞാൻ കരയും. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞിട്ട് ഞാൻ എന്റെ മുഖമെല്ലാം കഴുകി ഞാൻ മടങ്ങി വന്ന് ചിരിച്ച മുഖത്തോടെ ഇരിക്കും. അങ്ങനെ ജീവിതത്തിൽ പല പല കാര്യങ്ങളുടെ മുൻപിലും ഞാൻ എന്റെ വേദനകളോ പ്രയാസങ്ങളോ ഞാൻ എന്റെ ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ്, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ വിശ്വസ്തത അതെത്രമാത്രം എന്നോടുണ്ടെന്ന് എനിക്ക് ഓരോ ദിവസങ്ങളും അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയാം. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നീ ഉപവസിക്കുന്ന വ്യക്തിയാണോ? നീ കരയുന്ന വ്യക്തിയാണോ? നിന്റെ ജീവിതത്തില് ആർക്കും തരാൻ കഴിയാത്തൊരു സമാധാനം കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതെന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എന്നെ നടത്തിയൊരു ദൈവം. സ്കൂള് തുറക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ മുകൾ വശത്ത് റോഡാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ കാണാം, ഓരോ സ്കൂൾ ബസ് പോകുമ്പോൾ അമ്മമാര് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴൊക്കെ അവരെന്നെ നോക്കി ഇങ്ങനെ ടാറ്റ കാണിച്ചിട്ട് കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് ഉമ്മ തന്നിച്ച് കയറി പോകും. ഞാൻ ചിരിക്കും, സന്തോഷത്തോടെ എല്ലാവർക്കും ഉമ്മ കൊടുക്കും. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഞാൻ എന്റെ അപ്പച്ചനോട് നിലവിളിക്കും, അപ്പാ ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ കണ്ണുനീര് കാണണമേ കർത്താവ്. അധികം വാക്കുകളൊന്നും ഞാൻ കർത്താവിനോട് കൊടുക്കാറില്ല. ദൈവസന്നിധിയിൽ നിന്ന് കരയാൻ തുടങ്ങി. എത്ര ദിവസം എനിക്ക് ഉപവസിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എത്ര ദിവസം കർത്താവിന്റെ സന്നിധിയില് രാവിലെ എഴുന്നേൽക്കും, ജോലി ഒതുക്കി വെച്ചിട്ട് ഞാൻ ഇരുന്ന് കരയും, പ്രാർത്ഥിക്കും. അങ്ങനെ ദിവസങ്ങള് തള്ളി മാറി. എപ്പോഴോ എനിക്ക് തോന്നുമ്പോൾ ഞാനൊന്ന് ബ്രേക്ക് ചെയ്യും. അത് ചിലപ്പോൾ 21 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെയും എനിക്ക് സമാധാനം കിട്ടുന്നില്ല. എനിക്ക് ദൈവസന്നിധിയിൽ ഇരിക്കണം. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷം പോലെ മറ്റൊന്നും എനിക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല.
അങ്ങനെ ഞാൻ ദിവസം തോറും ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കരയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരു മനുഷ്യനിലും ആശ്രയിക്കേണ്ട. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പനോട് പറഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ ചോദിക്കുന്നതിന് മുന്നമേ നിങ്ങളെ അറിയാവുന്ന ഒരു കർത്താവാണ്. നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ അറിയുന്ന കർത്താവ്. യഹോവയോട് ചേർന്ന് നടക്കുന്നവനെ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്നിരിക്കുന്നവനെ വിടുവിക്കുന്ന ഒരു ദൈവം. ആമേൻ, സ്തോത്രം. അവനെല്ലിനും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ കർത്താവിനോട് കൂടെ വസിക്കുന്നവനെ ചേർത്ത് നിർത്തുന്ന ദൈവം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിനോട് നിനക്ക് ചേർന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനകത്ത് നീ ആയിരിക്കണം. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനകത്ത് നീ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും മാറ്റുവാൻ സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നീ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന വ്യക്തിയാണോ? എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തില് വളരെ ഭാരങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നവരാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മുടെ വേദനകൾ വരുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ അല്ലെ നമ്മുടെ അമ്മയോടോ അല്ലെ നമ്മുടെ മറ്റു ആരോടാണോ നമുക്ക് പറയുവാൻ നമുക്ക് സാവകാശമുള്ളത്, അവരോടൊക്കെയും നമ്മൾ പറയും. എന്നാൽ ഇന്ന് രാത്രി സർവശക്തനായ ദൈവം പറയുന്നു, നിന്റെ സകല ആവശ്യങ്ങള് നീ അപ്പച്ചനോട് പറ. ആ ദൈവത്തെ കൊണ്ട് കഴിയാത്ത യാതൊരു കാര്യങ്ങളും നിന്റെ ജീവിതത്തിലില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നെ നടത്തിയ ഒരു ദൈവമുണ്ട്, എന്നെ കരുതിയ ഒരു കർത്താവുണ്ട്, എന്റെ സങ്കടത്തെ അറിഞ്ഞ ഒരു ദൈവമുണ്ട്, എന്റെ ഹൃദയത്തിനകത്തെ നീറ്റലിനെ മനസ്സിലാക്കിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. അദ്ദേഹം എന്ത് ചെയ്തു? കടയിൽ പോയിട്ട് ഒരു കസേര വാങ്ങി. ആ കസേര വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കസേരക്കകത്ത് എന്റെ കുഞ്ഞിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഞങ്ങൾ ഹൈന്ദവ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പലരും പറഞ്ഞു, ഇങ്ങനെ നേരത്തെ നമ്മൾ മേടിച്ചു വെച്ചാൽ നമുക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന്. ഹല്ലേലൂയ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞില്ല, ഒരിക്കൽ എന്റെ കുഞ്ഞിനെ ഞങ്ങൾ ഇരുത്തും എന്ന് വിശ്വാസത്തോടെ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ കുഞ്ഞിന് വേണ്ട സകല സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചു. എന്റെ അമ്മച്ചി, ഞാൻ മുന്നമേ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു നല്ല തയ്യക്കാരിയാണെന്ന്. എന്റെ അമ്മച്ചി ഒരു മനോഹരമായ ഡ്രസ്സ് തയ്ച്ചു എന്റെ കുഞ്ഞിന്. എനിക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനൊരു ഡ്രസ്സ് തയ്ച്ചു. എന്നിട്ട് അമ്മച്ചി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എന്റെ മോൾ ഇത് സൂക്ഷിച്ചു വെക്കണം, ഈ ഡ്രസ്സ് നിന്റെ കുഞ്ഞിനെ ധരിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വേറെ ഡ്രസ്സ് മേടിച്ചില്ല. അത് ഞങ്ങളുടെ ഡ്രസ്സിന്റെ കൂട്ടത്തിൽ തന്നെ അലമാരയിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. എത്രത്തോളം കർത്താവ് നടത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കർത്താവിനെ വർണ്ണിച്ചാൽ എനിക്ക് എന്റെ നാവുകൾ പോരാ. അത്രമാത്രം എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവമക്കളെ, ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒന്നിനാലും നിങ്ങൾ ഭാരപ്പെടട്ടെ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും തള്ളിക്കളഞ്ഞാലോ, നിങ്ങളുടെ വിഷയത്തിന് വിടുതൽ കിട്ടിയില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അനേക വർഷങ്ങളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ടായിരിക്കാം, ആരോടും തുറന്ന് പറയുവാൻ കഴിയാതെ ഹൃദയത്തിനകത്ത് ഞെരുങ്ങി, ഇതെങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, അടുത്ത നിമിഷത്തിലേക്ക് ഞാൻ എങ്ങനെ കയറും അപ്പ എന്ന് ചിന്തിച്ച് നിന്റെ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ പോലും കർത്താവ് എന്റെ കണ്ണുനീര് മുഴുവനും അതിനകത്ത് വീഴ്ത്തി ഈ അവസ്ഥയിൽ നിന്ന് ആരെന്നെ വിടുവിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സഹോദരി, ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങളെ വിടുവിപ്പാൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ വിടുവിച്ച ദൈവം, എന്നെ നടത്തിയ കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. അവനില്ലാത്തതിനുള്ളതുപോലെ വരുത്തി തീർക്കുവാൻ കഴിവുള്ള കർത്താവാകയാൽ മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നിങ്ങൾ ഇരിക്കുന്നെന്നുള്ള വിവരം നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എങ്കിൽ ഈ രാത്രിയിൽ കർത്താവ് വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. എത്രത്തോളം നിങ്ങളുടെ വിശ്വാസവും ഉറപ്പും ധൈര്യവും നിങ്ങൾക്കുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. ആ ഉറപ്പ് നിങ്ങൾ മുന്നമേ കാണണം. എന്റെ ദൈവം എന്നെ വിടുവിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ വർഷങ്ങൾ തോറും എല്ലാ വർഷവും അനേക ദൈവഭൃത്യന്മാരെന്നോട് ആലോചന പറഞ്ഞു, ദേവദാസി, ഈ വർഷം തീരുന്നതിന് മുൻപിട്ട് നിന്റെ ഗർഭത്തെ തുറക്കുമെന്ന്. എല്ലാ ആണ്ടർ ദി മീറ്റിംഗിന്റെ രാത്രിയിലൊന്നും
കുടുംബവും എല്ലാവരും സന്തോഷത്തോടെ ആ പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എന്റെ പ്രിയ ദൈവജനമേ, എന്റെ ഹൃദയത്തിനകത്തൊരു വേദനയുണ്ട്. അപ്പാ, ഈ വർഷവും കഴിഞ്ഞുപോയി പിതാവേ, നീ എന്നെ കൈവിടല്ലേ കർത്താവേ. ആണ്ടുകളും കാലങ്ങളും കഴിയുന്നതിന് മുന്നമേ നിന്റെ പ്രവൃത്തി എന്നെ അയച്ച് എന്നെ വിടുവിക്കണമേ എന്ന് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ നിലവിളിക്കുവാനായി തുടങ്ങി. ദൈവമക്കളെ, ഒരിക്കൽ ഒരു 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 ആണ്ടർ ദി മീറ്റിംഗിന് ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചിരുന്ന സമയത്ത് വാഗ്ദത്ത വചനങ്ങളുമായ ഒരു പാത്രത്തിൽ ഒരു കുഞ്ഞിങ്ങനെ എല്ലാവർക്കും കൊണ്ടു കൊടുത്തപ്പോൾ ഞാൻ അതിലൊന്നെടുത്തു ഞാൻ നോക്കിയപ്പോൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നുള്ളൊരു വചനമാണ് എനിക്ക് കിട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. വേഗം ഞാനത് വേദപുസ്തകത്തിൽ വെച്ചു. പിന്നെയും ഞാൻ എടുത്തത് വായിച്ചു. ഞാൻ പറഞ്ഞോട്ടെ, കർത്താവിന്റെ ദൈവമക്കളെ, എന്റെ ദൈവം ആ വർഷത്തിൽ തന്നെ എനിക്കൊരു കുഞ്ഞിനെ നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ? ഒരിക്കലും സാധ്യതയില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാന്. അനേക ഡോക്ടർമാരുടെ അടുത്ത് പോയി, അനേക സാമ്പത്തികം ഇതിന്റെ പിൻപിൽ ചെലവഴിച്ചു, അനേക സമയങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തി, അനേക അവസ്ഥകളിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരുന്നുകൊണ്ട് വേദനകളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും നിന്ദകളും അപവാദങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടു. എന്നാൽ സർവശക്തനായ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. ലോകം നിന്നെ വിധിക്കും, ലോകം നിന്നെ കുറ്റം പറയും, ലോകം നിന്നെ എന്നും അല്ലെ നിന്നെ കൊണ്ട് കഴിവില്ലെന്ന് പറയും, അല്ലെ നീ ഇന്നവളാന്ന് പറയും. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി വലുതാക്കട്ടോ. ദൈവം അവിടെയാണ് നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. ഒരിക്കലും നശിച്ചു പോകുവാനല്ല ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. കർത്താവിന്റെ പദ്ധതിക്കകത്ത് ദൈവം നമ്മളെ നിർത്തിയത് നശിച്ചു പോകുവാൻ വേണ്ടിയല്ല, ആ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ ഓടുവാനാണ്. നിന്നെ പോലെ കരയുന്ന, നമ്മളെ പോലെ വേദനിക്കുന്ന, നമ്മളെ പോലെ സമാധാനമില്ലാതെ കഴിയുന്ന അനേകരെ കർത്താവ് നമ്മുടെ മുൻപാകെ വെച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളില് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അനേകർക്ക് വേണ്ടി നമ്മൾ ഇടിവിൽ നിന്ന് കരയണം. ഓരോ ദിവസവും നമ്മൾ ഒരു പേപ്പർ എടുത്ത് വെച്ച് എഴുതിയാൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു എന്ന് നോക്കുമ്പോൾ ഈ കർത്താവിനോടുള്ള ബന്ധത്തിൽ എത്രമാത്രം വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വന്നു, എത്ര പേർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഈ ആയുസ്സ് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു നാളെ നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് ലഭിക്കുന്ന ഓരോ ചെറിയ നിമിഷങ്ങൾ പോലും അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അനേകർക്ക് വേണ്ടി കരയുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇവിടെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6:6 പറയുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് അതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. പ്രധാനപ്പെട്ട വസ്തുക്കൾ മറ്റു മുറികളിലോ പുറത്തോ ഒന്നും ആരും വെക്കത്തില്ല. എന്നാൽ അത്രമാത്രം ശക്തിയോടെ ആ പ്രാർത്ഥനയ്ക്കകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ പുറമേ അല്ല നമ്മളൊന്നും ആകേണ്ടത്. നമ്മുടെ അകത്തെ മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് നാം കാര്യങ്ങളെ ക്ലിയർ ചെയ്ത് പോകേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, സ്തോത്രം, സ്തോത്രം. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന കാലങ്ങളിൽ അനേക നിന്ദകളും പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും മക്കളില്ലാത്തവരുടെ ഒരു മുന്നിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ എല്ലാം നിന്ദയോടാണ് കാണുന്നത്. കാര്യം അവർക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല, ആ ഒരു ചിന്തയാണ്. കാര്യം എന്റെ വീട്ടിൽ, എന്റെ ഭവനത്തില് എന്റെ സഹോദരങ്ങൾ, എന്റെ മമ്മിയും ഞാൻ ചെന്ന ഭവനത്തില് എല്ലാവർക്കും ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വളരെ സ്നേഹമുള്ള കുടുംബമാണ്. ഞങ്ങൾ ഒരുമിച്ച് അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്തൊരു ഭവനമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമായപ്പോൾ ദൈവം അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയദൈവമക്കളെ, വിശ്വാസത്തോടെ നിങ്ങൾ കാൽച്ചുവടുകൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അസാധ്യതയായിരിക്കും നിങ്ങളുടെ മുൻപിലുള്ളത്. ഒരിക്കലും നടക്കുന്ന കാര്യമായിരിക്കത്തില്ല. പക്ഷെ അവിടെയാണ് കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ ആർക്കെങ്കിലും തലമുറകളില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, വിശ്വാസത്തോടെ നിങ്ങൾ കാൽച്ചുവടുകൾ എടുത്തു വെക്ക്. ഒരു കുഞ്ഞിന് വേണ്ടതെല്ലാം നിങ്ങൾ മേടിച്ചു വെക്ക്. ഞങ്ങൾ എല്ലാ സാധനങ്ങളും മേടിച്ചു വെച്ചു. കുഞ്ഞിന് വേണ്ടുന്ന ഉടുപ്പ്, കുഞ്ഞിന് വേണ്ടുന്ന ബ്ലാങ്കറ്റ്. കർത്താവിന്റെ ദാസൻ ശുശ്രൂഷയ്ക്കായി വിദേശത്ത് കടന്നു വന്നപ്പോൾ അവിടെ താനൊരു കീബോർഡ് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കുഞ്ഞിന് വേണ്ട ബ്ലാങ്കറ്റ് മേടിച്ചുകൊണ്ട് വരുവാൻ ഇടയായി തീർന്നു. അവന് വേണ്ട ഉടുപ്പുകൾ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് ഞങ്ങൾ ഇതെല്ലാം വെച്ച് കർത്താവ്
കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവിന്റെ സമയമായപ്പോൾ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കല് ഞങ്ങള് കർത്താവിന്റെ ദാസന്റെ ബ്രദറിന്റെ ചർച്ച അവര് കോട്ടയത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ കടന്നുപോയി. അന്ന് ഞങ്ങളുടെ സഹോദരങ്ങള് കുഞ്ഞുങ്ങൾ ഞങ്ങൾ എല്ലാവരുമായിട്ട് ചേർന്നാണ് കടന്നുപോയത്. ആ സമയത്ത് അദ്ദേഹം അന്നൊരു ദൈവദാസനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചു സമയം ആരാധിച്ചിരുന്നിട്ടും ആ ക്ഷണിച്ച ദൈവദാസൻ വന്നില്ല. കുറച്ചു സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് വേറെ ഒരാളാണ് കടന്നു വന്നത്. അപ്പം ആ ക്ഷണിച്ച് വരാനിരുന്ന ദേവദാസൻ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവിന്റെ ദാസനെ എനിക്ക് വരാൻ സാധിക്കയില്ല, വേറൊരാളെ ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ബ്രദർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത്? ഞങ്ങൾ വേറെ ആൾക്കാരെ വിളിക്കത്തില്ലായിരുന്നോ? നിങ്ങൾക്ക് വരാൻ പറ്റില്ലായിരുന്നെങ്കിൽ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ അതാണ് ദൈവത്തിന്റെ പദ്ധതി. നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ഒന്നുമല്ല. അന്ന് ആ ദൈവദാസനെ ദൈവം അയച്ചത് ദൈവം എനിക്ക് വേണ്ടി തന്നെയായിരുന്നു. കാര്യം ആ ദൈവദാസൻ ആ ശുശ്രൂഷയുടെ നടുവിൽ ഇപ്രകാരം ചോദിച്ചു, ഇവിടെ മക്കളില്ലാത്ത ഒരു സഹോദരി ഇരിപ്പുണ്ട്, ആരാന്ന് വെച്ചാൽ അവർ കൈവെക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം കൈവെക്കിയപ്പോ എന്റെ മടിയിൽ എല്ലാ കുഞ്ഞുങ്ങളും ഇരിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മക്കളില്ലാത്ത സഹോദരിയോടാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. വേഗം എന്റെ ബ്രദർ പറഞ്ഞു, പാസ്റ്ററെ ഇതെന്റെ ചേച്ചിയാണ്, എന്റെ ചേച്ചിക്ക് 12 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുകയാന്ന് പറഞ്ഞ്. അപ്പൊ ആ ദേവദാസന്റെ ശിരസിന്റെ മേൽ കൈവച്ചിട്ട് എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു, കാനാവിലെ കല്യാണത്തിന്റെ കുറവുകളെ തീർത്ത ദൈവം. ഹല്ലേലൂയ. കാനാവിലെ കുടുംബം എന്ന് പറഞ്ഞാല് പഴയ നിയമ പുസ്തകത്തിലെ ആശേർ ഗോത്രത്തിൽപ്പെടുന്ന ഒരു കുടുംബമാണ്. ആ ആശേറിനെ അനുഗ്രഹിച്ചപ്പോൾ ദൈവം ഇപ്രകാരമാണ് പറഞ്ഞത്, ആശേരെ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ സ്വാദുഭോജനം വിളമ്പും എങ്കിൽ ആ ഒരു കുടുംബത്തിനകത്ത് സ്വാദുഭോജനം വിളമ്പേണ്ട ഒരു കുടുംബത്തിനകത്താണ് ഒരു ശൂന്യത വെളിപ്പെട്ടിരിക്കുന്നത്. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം കിടക്കുന്നത് എന്താണ്? നീ സ്വാദുഭോജനം കൊടുക്കും. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ വലുതാണ്. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വലുതാണ്. നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണ്. എന്നാൽ അവിടെയാണ് ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളെ, പ്രശ്നങ്ങളുടെ, വേദനകളുടെ, നിന്ദകളുടെ, നിങ്ങൾക്ക് പുറത്തു പറയാൻ കഴിയാത്ത വിധത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിന്റെ വാഗ്ദത്തം വലുത്. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അവിടെയാണ് യേശുപ്പച്ചൻ കടന്നു വന്നത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കര നിങ്ങളുടെ മേൽ ചലിക്കുമാറാകട്ടെ. ആരൊക്കെയോ ഈ സമയത്ത് വേദനയോടെ ഭാരത്തോടെ ഇരിക്കുന്ന വ്യക്തി ജീവിതമേ, പരിശുദ്ധാത്മാവ് പറയുന്നു, അധികം ദിവസങ്ങൾ കഴിയുന്നതിന് മുന്നമേ തന്നെ, അധിക മാസങ്ങൾ കഴിയുന്നതിന് മുന്നമേ തന്നെ നിന്റെ ഭവനത്തിനകത്തെ ശൂന്യതകളെ നികത്തുവാൻ സർവശക്തനായ ദൈവം കടന്നു വന്നിട്ടുണ്ടെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അങ്ങനെ ആ ദൈവത്തിന്റെ ദാസൻ എന്റെ ശിരസിന്റെ മേൽ കരം വെച്ചിട്ട് എന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. 2 മാസം കഴിയുന്നതിന് മുന്നമേ തന്നെ കർത്താവ്, നിനക്കൊരു മകനെ, നീ ഗർഭിണിയാകും എന്നോട് ദൂത് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ ഭവനത്തിൽ കടന്നു വന്നു. എന്നിട്ട് ഞാൻ പിതാവിനോട് ചോദിച്ചു, നാഥാ, ഞാൻ അനേക വർഷങ്ങളായി ഞാൻ കേൾക്കുന്ന ദൂതാണ് യേശുപ്പച്ച, അനേകർ എന്നോട് പറഞ്ഞ വാഗ്ദത്തമാണ് കർത്താവേ. ഹല്ലേലൂയ. നീ എനിക്ക് അത് വേദനയായി തീരരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പക്ഷെ എന്റെ ശരീരത്തിന്റെ അവസ്ഥ അനുസരിച്ചിട്ട് വളരെ ശാരീരിക പ്രയാസങ്ങളും ക്ഷീണങ്ങളും എപ്പോഴും എന്റെ ശരീരത്തിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കർത്താവിന്റെ വേലയോടെ ബന്ധത്തിൽ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ കടന്നു പോകും. ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം വളരെ പ്രതികൂലകരമായ സാഹചര്യങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടത്. ഞങ്ങള് പാലക്കാട് ഒരു ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ ഞങ്ങളൊരു വയലിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്ന് ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു എന്തോ ഒരു വിഷം എന്റെ കാലിൽ ഇങ്ങനെ തൊട്ടിട്ട് ആ കാലെല്ലാം നീര് വെച്ച് ഭവനത്തിൽ വന്നപ്പോഴത്തേക്കിന് എന്തോ എന്നെ കടിച്ചതാണ്. എന്താന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്തോ ഒരു വിഷമുള്ള സാധനമാണ്. അവരെനിക്ക് ഒത്തിരി പച്ചമരുന്നുകളൊക്കെ തന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും വിശേഷമുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് അലസിപ്പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ മാത്രമേ മരുന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ല, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ മരുന്നെല്ലാം അങ്ങ് കഴിച്ചു. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് പാലക്കാട് നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. വന്നതിന് ശേഷം വേറൊരു വഴിക്ക് ഞങ്ങൾ പോകാൻ നിന്നപ്പോൾ ഞങ്ങളുടെ ബൈക്ക് വേറൊരു ഓട്ടോയുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് തെറിച്ച് എന്ന് വയറടിച്ച് ഞാൻ റോഡിൽ വീഴുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ ഞാൻ വളരെ സ്പീഡിൽ നടന്നു പോയതാണ്. തെന്നി അടിച്ച് റോഡിൽ പോയങ്ങ് ഞാനങ്ങ് വീണു. ഒരു കുഞ്ഞ് ഉദരത്തിലുണ്ടെങ്കിൽ പോകുവാനുള്ള എല്ലാ സാധ്യതകളിലൂടെയും ഞാൻ കടന്നുപോയി. ഹല്ലേലൂയ. പിശാച് പല പ്രാവശ്യം എന്റെ വാഗ്ദത്തത്തെ നശിപ്പിക്കുവാനായി തുടങ്ങി. അപ്പോഴൊന്നും ഞാൻ അറിയുന്നില്ല എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള വിവരം. അങ്ങനെ ഞങ്ങൾ ഏകദേശം ചില ദിവസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കാൻ ശാരീരികമായ ക്ഷീണം വന്നപ്പോൾ
കർത്താവിന്റെ ദാസൻ തന്നെ അതിന്റെ കാർഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കൊണ്ട് അത് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോഴും എന്റെ മനസ്സിൽ വർഷങ്ങളായി ഞാനിത് ചെയ്യുന്നൊരു കാര്യമാണ്. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുമ്പോഴെല്ലാം നെഗറ്റീവ്, അതിനകത്ത് ഒരു വരയെ വരാറുള്ളൂ. പലപ്പോഴും ഞാൻ വേദനയോടെ ഒരു ചുമന്ന പെണ്ണെടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരച്ചു നോക്കും. അപ്പൊ 2 ലൈൻ കാണുമ്പോൾ അങ്ങനെയെങ്കിലും ഒരു സന്തോഷം എനിക്ക് തോന്നട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ 2 ലൈൻ വരച്ച സന്ദർഭങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, ആ സമയത്ത് അവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് 2 വര തെളിഞ്ഞു വരുവാൻ തക്കവണ്ണം എനിക്കങ്ങോട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എന്റെ ദൈവമേ, ഞാൻ ഇത് എന്താണ് കാണുന്നത്? എന്റെ കർത്താവേ, എന്താ ദൈവമേ, എന്താ കർത്താവേ, എനിക്കറിയത്തെ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞത്, ദൈവത്തിന് തന്റെ ദാസനിലൂടെ ദൈവം എന്നോട് അരുളി ചെയ്തത്. കർത്താവിന്റെ ദാസന്മാർ അന്ന് ആ സമയത്ത് 2 പേരും എന്റെ ശിരസിന്റെ മേൽ 2 പേരും കൂടെ കരം വെച്ചിട്ട് എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. മക്കളുടെ അമ്മയായി നീ തീരട്ടെ എന്ന്. ഇന്ന് ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, എത്രയെത്ര അസാധ്യതകൾ നിന്റെ മുൻപിൽ വന്നാലും നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചതിനെ തകർത്ത് കളയാൻ പിശാച് അവന്റെ അവസാനത്തെ ആയുധം വരെ എടുത്തു വന്നാലും ഒരിക്കലും കർത്താവ് അത് തള്ളിക്കളയുന്ന ദൈവമല്ല. ഹന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അവളുടെ സങ്കടം ബോധിപ്പിച്ച് അവൾ കരഞ്ഞു. അവൾ ആണ്ടുതോറും യഹോവയുടെ സന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സഹോദരിയായിരുന്നു ഹന്ന. എന്നാൽ അവള് കരയുന്നത് കണ്ടിട്ട് ഏലി പുരോഹിതൻ പോലും ചോദിച്ചു, നീ എന്താ ഇങ്ങനെ? നിന്റെ ചുണ്ടുകൾ മാത്രമേ അനങ്ങുന്നുള്ളൂ. എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി. അവൾക്കൊരു പ്രതിയോഗി ഉണ്ടായിരുന്നു. കാര്യം അവളുടെ വാഗ്ദത്തം പ്രാപിക്കാതിരിക്കാൻ വേണ്ടി അവളെ എന്നും മുഷിപ്പിക്കുന്ന ഒരു പൈശാചിക ശക്തി, ഒരു പ്രതിയോഗി അവൾക്കെതിരെ ഉണ്ടായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം അവൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. പ്രിയ ദൈവമക്കളെ, എങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹന്ന പ്രാർത്ഥിച്ചത് അവൾക്കൊരു മകന് വേണ്ടിയായിരുന്നു ഹന്ന പ്രാർത്ഥിച്ചത്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്ത എന്തായിരുന്നെന്ന് അറിയാവോ? അവളിലൂടെ ഒരു അഭിഷിക്തൻ വരുവാൻ, അവളിലൂടെ ഒരു ന്യായാധിപൻ, ഹല്ലേലൂയ, അവളിലൂടെ ഒരു പ്രവാചകൻ എഴുന്നേൽക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ, കരയുന്നവരാണെന്നുണ്ടെങ്കിൽ നിന്നിലൂടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മൾ പലപ്പോഴും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന വിഷയമാണ് നമ്മുടെ തലമുറയ്ക്ക് പ്രാർത്ഥിക്കുക. ആദ്യം നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ തലമുറ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നാം ദൈവത്തോട് കൂടെ നടന്നാൽ, നാം ദൈവത്തോട് കൂടെ വസിച്ചാൽ നമ്മുടെ കുടുംബം ദൈവത്തോട് കൂടെ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നിന്റെ മേൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ കുഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ രീതി മാറ്റണം. ആത്മാവിൽ നീ നാം പ്രാർത്ഥിക്കണം, അന്യഭാഷകളിൽ നാം ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കണം. ഞാൻ പറയട്ടെ, എന്റെ കർത്താവ് എനിക്ക് 3 കുഞ്ഞുങ്ങളെ തരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്റെ മോന് ഇന്ന് 11 വയസ്സ്, രണ്ടാമത്തെ മോള് 2ൽ പഠിക്കുന്നു, ഇളയ കുഞ്ഞ് UKG പഠിക്കുന്നു, മോന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ മോനും എന്റെ മക്കളും 3 പേരും കൂടെ റൂം അടച്ചിരുന്നുകൊണ്ട് അവർ കീബോർഡ് അവന് വേണ്ടി പ്രാർത്ഥിച്ച് വെച്ച് മേടിച്ച ആ കീബോർഡ് എടുത്ത് എന്റെ കുഞ്ഞ് വായിക്കും. മറ്റു 2 കുഞ്ഞുങ്ങൾ പാട്ട് പാടും. അവരൊരുമിച്ച് ദൈവത്തെ ആരാധിക്കും. ഞാനും എന്റെ കർത്താവിന്റെ ദാസനും എന്ത് ചെയ്യുന്നു അതുപോലെ അവർ ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. അവർ ഒരു ചാമിരുന്നിട്ട് എന്റെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചത്. അവര് റൂമിനകത്തിരുന്ന് ആരാധിച്ച് എന്റെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചു. അവർ അന്യഭാഷയിൽ എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ തക്കണം ഇടയായിത്തീർന്നു. ആമേൻ. ഹല്ലേലൂയ. എത്ര മനോഹരമാണ്. ദൈവം തന്നാൽ ഇങ്ങനെയാണ്. പ്രിയ ദൈവമക്കളെ, നിങ്ങളൊന്നും ഓർത്ത് വിചാരപ്പെടണ്ട, നിങ്ങളുടെ മനം കലങ്ങണ്ട, നിങ്ങൾ ഭാരപ്പെടണ്ട. നല്ല കർത്താവിന്റെ സന്നിധിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ റൂമിനുള്ളിൽ നിങ്ങളുടെ പുസ്തകത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. എന്റെ കർത്താവിനെ കൊണ്ട് കഴിയാത്ത യാതൊരു കാര്യങ്ങളുമില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആഴത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. കർത്താവ് നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മൾ പ്രാർത്ഥന എന്ന് പറയുകയും ചെയ്തിട്ട് അവിടെ നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. നമ്മൾ നടക്കുവോ നടക്കത്തില്ലയോ, അല്ലെ ദൈവമേ ലഭിക്കുമോ ലഭിക്കത്തില്ലയോ, ഒന്നുമല്ല അവിടെ വിഷയം. നീ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ആളാണെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ആണ്ടുതോറും
ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരിയായിരുന്നു ഹന്ന. ആ ഹന്നയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കർത്താവ് ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. പഴയ നിയമപുസ്തകത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് നെഹമ്യാവിന്റെ പ്രാർത്ഥന നമ്മൾക്കറിയാവുന്നതാണ്. യെരൂശലേമിന്റെ വാതിലുകൾ തീ വെച്ചും ചുട്ടും കിടക്കുന്നത് കണ്ടപ്പോൾ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരഞ്ഞ ഒരു ഭക്തന്റെ പ്രാർത്ഥന, ഉപവസിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ മേൽ വെളിപ്പെടുന്ന ദൈവാത്മാവിന്റെ ശക്തി, ദൈവാത്മാവിന്റെ നിറവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിഷയത്തിന്റെ നടുവിൽ പാരമ്പര്യമായി നമ്മളെ വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങള്, ദേശാധിപതിയുടെ പോരുകള്, നമ്മുടെ തലമുറകളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദേശത്തിന്റെ അന്ധകാര ശക്തികള് ഈ ദിവസങ്ങളിൽ അഴിഞ്ഞു മാറണമെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ട് പോകത്തില്ലെന്നാണ് പറയുന്ന പ്രിയ ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ ഏത് സമയത്തും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചു പോവുകയാണെങ്കിൽ, എന്റെ അപ്പനോട് മാത്രം നിങ്ങൾ എല്ലാ കാര്യവും സംസാരിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ഒരു മനുഷ്യൻ നമ്മളെ ഉപേക്ഷിച്ചാൽ, ഒരു മനുഷ്യൻ നമ്മളെ കൈക്കൊണ്ടില്ലെങ്കിലും നമ്മളെ അറിയാവുന്ന ഒരു സ്വർഗത്തിലെ ദൈവം, നമ്മളെ നടത്തുന്ന ഒരു കർത്താവ്. എന്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് ഞാൻ പറയുക ദൈവമക്കളെ, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ കർത്താവ് അത്ഭുതങ്ങളെ കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി. ഒരു മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ പോകണ്ട, ഒരവസ്ഥയ്ക്കും പോകണ്ട. പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, കർത്താവെ ഇത്രത്തോളം നിന്റെ സന്നിധിയിൽ നിന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവെ എനിക്കിത് ലഭിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അസാധ്യങ്ങളെ സാധ്യമാക്കിയ കർത്താവ്, ഹല്ലേലൂയ, നമ്മളെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, ഹാഗാറിന് വേണ്ടി നീരൊഴുക ഒരുക്കിയ കർത്താവ്. രാത്രിയില് നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ നിലവിളിയെ കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ ദിവസങ്ങൾ നീ എപ്രകാരമാണ് ദൈവവും നീയുമായിട്ടുള്ള ബന്ധത്തിൽ നീ എങ്ങനെയാണ് നീ മുന്നോട്ട് പോകേണ്ടതെന്ന് കർത്താവ് നോക്കുമ്പോൾ, ഈ ദിവസങ്ങളെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആ മുന്തിരിവള്ളി കൊമ്പിൽ വസിച്ചല്ലാതെ ഫലം കായ്ക്കത്തെ ഈ ദിവസങ്ങളിൽ ആ മുന്തിരിവള്ളിയിൽ നിന്ന് ഒഴുകുന്ന നീര് അത് കൊമ്പിലേക്ക് ഇറങ്ങി ആ പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം നിന്നിലേക്ക് വെളിപ്പെട്ട് കഴിയുമ്പോൾ തന്നെ നിന്നിലൂടെ ദേശങ്ങൾ നിന്നിലൂടെ ദേശങ്ങൾ വിടിവിക്കപ്പെടുവാനും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാനും, നിന്റെ സകല കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടുവാനും സർവശക്തനായ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളോട് കൂടെ ഇരുന്ന് ദൈവം കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും. ഈ ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് മാറട്ടെ. നമ്മുടെ വിഷയങ്ങൾ മാത്രം നമ്മൾ പ്രാർത്ഥിക്കരുത്. അനേക വിഷയങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അനേകർക്ക് വേണ്ടി നമ്മൾ കരയണം. തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് നിങ്ങൾ കരയണം, നിങ്ങൾ ഉപവസിക്കണം, ദേശത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കണം. അങ്ങനെയെങ്കിലും നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ വിഷയത്തിനകത്ത് വിടുതൽ തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്റെ ജീവിതാനുഭവത്തില് ഞാൻ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച 3 കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വളർന്ന കുഞ്ഞുങ്ങളാണ്. 3 പേർക്കും കുഞ്ഞുങ്ങളില്ല. എന്നാലും ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പറയും, ദൈവമേ, എനിക്ക് പ്രശംസിക്കാൻ ഒരു ദൈവമുണ്ട്, എനിക്ക് ആശ്രയിക്കാൻ ഒരു യഹോവയുണ്ട്. എന്നാൽ അവർ ജാതികളാണ് കർത്താവേ, ഹല്ലേലൂയ. ദൈവം അവർക്ക് തലമുറകളെ കൊടുക്കണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങി. എന്നാൽ കേൾക്കണമോ, ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു, അവർക്കും ദൈവം മക്കളെ കൊടുത്തു. അതിനുശേഷം കർത്താവ് ദൈവം എനിക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവം എന്നെ മാനിച്ചു. അവർ ഹോസ്പിറ്റലുകളിൽ പോയി ആ ട്രീറ്റ്മെന്റ് പ്രകാരം തലമുറകളെ കൊടുത്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ എന്റെ സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാത്തിന്റെ ദൈവമക്കളെ, ഞാനിത് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്, എന്റെ സാക്ഷ്യമാണ്. എനിക്കത് ഓരോ ദിവസവും ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിക്കും, ദൈവമേ, ഇത് സ്വപ്നമാണോ? കാര്യം ഞാൻ കരഞ്ഞ സാഹചര്യങ്ങള്, ഞാൻ നേറിയ വേദനകൾ, എന്റെ ഹൃദയത്തിന്റെ അവസ്ഥകൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ അറിയാൻ തുടങ്ങി. ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ 1.5 വർഷം ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ ഞങ്ങൾ കരയോർത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, നിങ്ങളുടെ വിഷയത്തിനകത്ത് നിങ്ങൾ ഐക്യമെത്തിപ്പെട്ട് ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്തെടുത്തുകൊണ്ട് ദൈവത്തിന്റെ നാമ മഹത്വത്തിനായി തീരേണ്ടതിന് അനേകർക്ക് വേണ്ടി ഞങ്ങൾ സാക്ഷ്യം പറയുന്നവർ തീരുവാൻ,
അനേകരെ നിങ്ങൾ നേടുവാൻ തക്കൊണ്ട് ഇടയാകേണ്ടതിന് കർത്താവിന്റെ സന്നദ്ധിയിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ദാനമായി തന്നു. ഞങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തി. അവനൊരു നാളും നമ്മളെ കൈവിടുന്ന ദൈവമല്ല, അവനൊരു നാളും നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ആരും നടന്നു, ആരും നമ്മളെ പറഞ്ഞോട്ടെ, ലോകം നമ്മളെ പഴിച്ചോട്ടെ, ലോകം നമുക്ക് നല്ല സർട്ടിഫിക്കറ്റ് ഒരിക്കലും നൽകത്തില്ല, ആ ലോകം ഒരിക്കലും നമ്മളെ നല്ലത് പറയത്തില്ല. എന്നാൽ നമുക്ക് വേണ്ടത് കർത്താവിന്റെ സന്നിധിയാണ്. ആ ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രം മതി നമുക്ക്. ആ ദൈവത്തിനുള്ള ആശ്രയമാണ് ഓരോ ഭക്തനെയും ദൈവം നിലനിർത്തുന്നത്. യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിനകത്ത്, നിങ്ങളുടെ ഭാവിയുടെ കാര്യങ്ങളിനകത്ത്, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളില് വെല്ലുവിളിക്കുന്ന വൈശാചിക ഘട്ടങ്ങള് ഇന്ന് രാത്രിയിൽ കർത്താവ് അഴിക്കാൻ പോകുന്നത്. വിശ്വസിക്കുന്നവരുടെ നടുവില് ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കാൻ പോകുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി നിങ്ങളുടെ ശിരസിന്റെ എന്റെ ദൈവം എന്നെ നടത്തുന്ന ദൈവമാണ്, എന്റെ ദൈവം എന്നെ വിടിവിക്കുന്ന കർത്താവാണ്. ഈ രാത്രി നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവജനത്തെയും ഈ രാത്രിയിൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയെ നമ്മൾ ദിവസങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം കരുതും, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സകലതും ദൈവം ഒരുക്കി കൊടുക്കാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസങ്ങളില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ അനുഗ്രഹത്തോടെ ഓരോ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരെ ജയിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവ സാധ്യതകൾ ഇല്ലാത്തിടത്ത് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ദൈവമാണ്. പ്രാർത്ഥിക്കുന്നതിന്റെ അവസ്ഥയെ മാറ്റുന്ന ദൈവമാണ്. പ്രാർത്ഥിക്കുന്നവരുടെ ഭാവി അനുഗ്രഹിക്കുന്ന കർത്താവാണ്. പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. നിങ്ങളൊരു മനുഷ്യനോട് നിങ്ങൾ പറയേണ്ട, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി കർത്താവിന്റെ സന്നദ്ധയിൽ പറയുകയാണെങ്കിൽ കർത്താവ് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ട അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനായി ഇടയായി തീരും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ അനുഗ്രഹിക്കും. യിരെമ്യാ പ്രവചന പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്കാം. ഞാൻ നിന്നെ അവരുടെ മുൻപിൽ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിക്കരുത്. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ല താനും, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. സ്തോത്രം. നമുക്ക് എപ്പോഴും യുദ്ധമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളൊരു യുദ്ധക്കളത്തിലാണ്. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ല താനും, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ നമ്മളെ രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? ആകയാൽ നീ അരകെട്ടി എഴുന്നേൽറ്റ് ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്കാം. നീ അരകെട്ടി എഴുന്നേൽക്കുക. എഫെസ്യർ ലേഖനത്തിൽ പറയുന്നു, നിന്റെ അര മുറുക്കിക്കൊള്ളുക, നിന്റെ അരയ്ക്ക് സത്യം കെട്ടുക. ആമേൻ. സ്തോത്രം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറയുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവനെ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആ കർത്താവിനെ ചേർന്ന് നിൽക്കുന്നവനെ മാനിക്കുന്ന കർത്താവ് ഒരിക്കലും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു മനുഷ്യന്റെ മുൻപിൽ നിന്നെ കുനിയുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. പലരും നിന്നെ കളിയാക്കിയിട്ടുണ്ടാകും, പലരും പറയും നീ ഒരു ശാപ വസ്തുവാണ്, ഒരിക്കലും നടക്കത്തില്ല, എന്തായി എന്നൊക്കെ പലരും ചോദിക്കും. എന്നാൽ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളോട് പറയുന്നു, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ ജയിച്ച ദൈവമാണ്. ഹല്ലേലൂയ. രക്ഷിക്കാൻ ദൈവം കൂടെയുള്ളപ്പോൾ നാം എന്തിനാ പ്രിയ ദൈവമക്കളെ ഇങ്ങനെ വിഷമിക്കുന്നത്? ഈ ദിവസങ്ങൾ നമ്മുടെ ഭാരങ്ങൾ എടുത്തു മാറ്റ്, നമ്മുടെ വേദനകള്, നമ്മുടെ വിറുവിറുപ്പുകള്, നമ്മുടെ നിരാശകള് എല്ലാം മാറ്റിയിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് ആ ഒരു പ്രത്യാശയോടെ കർത്താവിനെ വിടുവിക്കും. ആ ദൈവത്തിന് വേണ്ടി ഞാൻ വിശ്വസ്തയോട് ആ കർത്താവിനെ നടത്തും. ആ ദൈവത്തെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയിൽ നീ ഉയർന്നിരുന്നാൽ നീ യുദ്ധത്തിന് പോകുന്നത് വരെ ദൈവം നിനക്ക് വിജയം നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരും. മോശയുടെ കൈ അഹരോനും മോശയുടെ കൈ താങ്ങി അഹരോനെ മോശെ ദൈവം മറന്നിട്ടില്ല. അങ്ങനെ മറക്കാത്ത ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാല കർത്താവിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഓടുന്ന ഓരോ ഭക്തനെയും അനുഗ്രഹിക്കുന്ന ദൈവം. എന്റെ ജീവിതാനുഭവം
ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ എന്നെ ദൈവം നിർത്തിയതാണ്, എന്നെ ദൈവം നടത്തിയതാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കിയ കർത്താവാണ്, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമാകയാൽ ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം എന്റെ കൂടെ ഇരുന്ന് ഇന്നയോളം എന്നെ നടത്തി വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഇന്ന് വളരെ ശക്തിയോടെ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തിനോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉറ്റിരിക്കണം, നിങ്ങൾ ഉപവസിക്കണം, നിങ്ങൾ കരയണം, പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ, വെല്ലുവിളികളുടെ, രോഗങ്ങളുടെ നടുവില് സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഇന്ന് രാത്രി സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഈ ഡിവൈസിലൂടെ എന്നെ കേൾക്കുന്ന നിന്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. അവർ ഹൃദയത്തിന്റെ ഭാരങ്ങളെ അറിയുന്ന ദൈവം, അവരുടെ വേദനകളെ അറിയുന്ന കർത്താവ്, ഹല്ലേലൂയ. അവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള കർത്താവേ, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമേ, അസാധ്യങ്ങളെ സാധ്യമാക്കിയ കർത്താവേ, ഹല്ലേലൂയ. എന്റെ ദൈവം രാത്രികാലം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ശൂന്യതകളെ ദൈവം നികത്തണമേ കർത്താവേ. നഷ്ടപ്പെട്ടു പോയ സമയങ്ങളും കാലങ്ങളും ദിനങ്ങളും കർത്താവെ നീ അവർക്ക് മടക്കി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ മറയ്ക്കുമാറാകണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.